ഒരു സമഷഡ്ഭുജത്തിന്റെ ഒന്നിടവിട്ട മൂലകൾ ചേർത്ത് വരച്ചിരിക്കുന്ന ഒരു ത്രികോണം ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ത്രികോണത്തിലാകാനുള്ള സാധ്യത. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ സൂപ്പർ ഓവർ എപ്പിസോഡ് 8 ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5, 6, 7 ക്ലാസ്സുകളിൽ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതെങ്കിലും വീഡിയോ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇതിൽ എന്നോടൊപ്പം ചേരുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. വരാൻ പോകുന്ന ഓരോ പരീക്ഷകൾക്കും ഉതകുന്ന ക്ലാസ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുന്നു. നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 8. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, നമ്മൾ ജ്യാമിതീയ സാധ്യതയാണ് പരിശോധിക്കുന്നത്. എന്താണ് ജ്യാമിതീയ സാധ്യത എന്ന് ചോദിച്ചാൽ, ഒരു ചിത്രം തന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ അത് ഇന്ന ഭാഗത്ത് വീഴാനുള്ള സാധ്യത എത്ര എന്ന് PSC ചോദിക്കും. 2020 UP സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പം ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നതും. ഓക്കെ, നമ്മുടെ 10ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ ഒരു 5 ചോദ്യങ്ങൾ, ഒരു 5 പടങ്ങൾ തന്നിട്ട് അതിൽ കണ്ണടച്ചുകൊണ്ടൊരു കുത്തിട്ടാൽ ഒരു പ്രത്യേക ഭാഗത്ത് വീഴാനുള്ള സാധ്യത എത്ര എന്ന് ചോദിക്കുന്നതുകൊണ്ട് ആ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കേണ്ട, ചോദിച്ചതാണ്. 2020, 2021 നമ്മുടെ UPSC പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ആദ്യ ചോദ്യം ദാ ഇങ്ങനെ: ഒരു സമചതുരത്തിൽ പൂർണ്ണമായും ചേർന്നിരിക്കുന്ന വൃത്തം ചിത്രത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ വൃത്തത്തിലാകാനുള്ള സാധ്യത എത്ര? ഒരിക്കൽ കൂടെ, ഒരു സമചതുരത്തിൽ പൂർണ്ണമായും ചേർന്നിരിക്കുന്ന വൃത്തം ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ വൃത്തത്തിലാകാനുള്ള സാധ്യത എത്ര? ഇതാണ് ചോദ്യം. മക്കളെ, ആ ചോദ്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ദാ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പറയുന്നുണ്ട്, ദാ സമചതുരത്തിൽ പൂർണ്ണമായും ചേർന്നിരിക്കുന്ന വൃത്തം, സമചതുരത്തിൽ പൂർണ്ണമായും ചേർന്നിരിക്കുന്ന വൃത്തം ചിത്രത്തിൽ കണ്ണടച്ചുകൊണ്ടൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിൽ അത് വൃത്തത്തിൽ, ഇതാണ് വൃത്തം, ഇങ്ങനെ വൃത്തത്തിൽ വീഴുവാനുള്ള സാധ്യത എത്ര എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഈ ചോദ്യം അതേപടി കിടപ്പുണ്ട്, PSC ചോദിച്ചതുമാണ്. അപ്പൊ ഇങ്ങനെ ജ്യാമിതീയ സാധ്യതകൾ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ക്ലൂ ആയിട്ട് തന്നിരിക്കുന്ന ഏക കാര്യം നമ്മുടെ സമചതുരത്തിന്റെ ഒരു വശം മാത്രമാണ് 10 സെന്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാധ്യത കാണുന്നത് എങ്ങനെ, സാധ്യത അഥവാ പ്രോബബിലിറ്റി കാണുന്നത് എങ്ങനെ നമ്മൾ പഠിച്ച പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഫേവറബിൾ ബൈ ടോട്ടൽ, ശരിയാണോ? അനുകൂലം ബൈ ആകെ, അനുകൂലം ബൈ ആകെ നമ്മൾ പഠിച്ചതാ, അനുകൂലം ബൈ ആകെ, ശരിയാണോ? ഫേവറബിൾ ബൈ ടോട്ടൽ, ഫേവറബിൾ ബൈ ടോട്ടൽ, ഫേവറബിൾ ബൈ ടോട്ടൽ. അപ്പം ജ്യാമിതീയ സാധ്യതകളിൽ എങ്ങനെയാണ് അനുകൂലം ബൈ ആകെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് അനുകൂലമായത് എന്തുവാ? നമുക്ക് എവിടെ കുത്തു വീഴണം? കണ്ണടച്ചുകൊണ്ട് കുത്തിട്ടാൽ എവിടെയാണ് വീഴേണ്ടത്? വൃത്തത്തിലാണ് വീഴേണ്ടത്. അപ്പം വൃത്തമാണ് നമ്മുടെ അനുകൂലം. നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ എന്താണോ കിട്ടേണ്ടത്, എവിടെയാണോ കുത്തു വീഴേണ്ടത്, അതിനെയല്ലേ നമ്മൾ അനുകൂലം എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും. നമുക്ക് എന്താണോ വേണ്ടത് അതിനെയാണ് അനുകൂലം എന്ന് വിളിക്കുന്നത്. അപ്പം അനുകൂലം, ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തത്തിലാണ് കുത്തു വീഴേണ്ടത്, വൃത്തമാണ് നമ്മുടെ അനുകൂലം. ബൈ ആകെ, ആകെ എന്ന് പറഞ്ഞാൽ സമചതുരമാണ് ആകെ, സമചതുരമാണ് ആകെ, ശരിയാണോ? അപ്പൊ ജ്യാമിതീയ സാധ്യതകൾ നമ്മൾ ഉത്തരം തേടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മക്കളെ, വിസ്തീർണം, പരപ്പളവ്, ഏരിയ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുക. വിസ്തീർണം, അതിൻ്റെ മറ്റൊരു വാക്കാണ് പരപ്പളവ്, അതിനെ ഏരിയ എന്ന് പറയും. ഏരിയ കൊണ്ട് മാത്രമേ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ, ഏരിയ കൊണ്ട് മാത്രമേ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏരിയ കൊണ്ട് ഉത്തരം ചെയ്യുമ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് അനുകൂലമായ സാധനം എന്താ മക്കളെ? അനുകൂലമായത് വൃത്തമാണ്. അപ്പോൾ മുകളിൽ വരേണ്ടത് വൃത്തത്തിൻ്റെ വിസ്തീർണം, വൃത്തത്തിൻ്റെ വിസ്തീർണം, വൃത്തത്തിൻ്റെ വിസ്തീർണം ഡിവൈഡഡ് ബൈ ആകെയുള്ളത് എന്തു? ആകെ, ആകെ വലിയ ഫിഗർ സമചതുരം. അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണം ബൈ സമചതുരത്തിൻ്റെ വിസ്തീർണം, വൃത്തത്തിൻ്റെ വിസ്തീർണം ബൈ സമചതുരത്തിൻ്റെ വിസ്തീർണം. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരമായി.
മക്കളെ വൃത്തത്തിന്റെ വിസ്തീർണം ബൈ സമചതുരത്തിന്റെ വിസ്തീർണം, ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരവായി. അപ്പം കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ അത് വൃത്തത്തിൽ വീഴാനുള്ള സാധ്യത ചോദിച്ചാൽ വൃത്തമാണ് നമ്മുടെ അനുകൂലം. അപ്പോൾ ഫേവറബിളിന്റെ സ്ഥാനത്ത് വൃത്തത്തിന്റെ വിസ്തീർണം ഡിവൈഡഡ് ബൈ ആകെ, ടോട്ടലിന്റെ സ്ഥാനത്ത് ആകെയുള്ള വലിയ ഫിഗർ സമചതുരത്തിന്റെ വിസ്തീർണം. ശരി, അപ്പൊ നമുക്ക് വൃത്തത്തിന്റെ വിസ്തീർണവും സമചതുരത്തിന്റെ വിസ്തീർണവും ഞാനൊന്ന് മാറ്റി കണ്ടുപിടിച്ച് കാണിച്ചു തരാം. മക്കളെ നമുക്കറിയാം വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം എന്തോ? വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം പൈ ആർ സ്ക്വയർ. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം പൈ ആർ സ്ക്വയർ. സമചതുരത്തിന്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാണ്? സമചതുരത്തിന്റെ വിസ്തീർണം കാണുന്ന ഒരു സൂത്രവാക്യമാണ് എ സ്ക്വയർ. എ സ്ക്വയർ വശത്തിന്റെ വർഗം, വശത്തിന്റെ സ്ക്വയർ. ശരി, നമുക്ക് സമചതുരത്തിന്റെ വിസ്തീർണം മക്കളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? സമചതുരത്തിന്റെ ഒരു വശം പറയുന്നുണ്ട് 10 എങ്കിൽ 10ന്റെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ നമുക്കറിയാം 10ന്റെ സ്ക്വയർ 100 സെന്റിമീറ്ററാ, സ്ക്വയറാ 100 10ന്റെ സ്ക്വയർ 100 100 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതാണ് നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം. സമചതുരത്തിന്റെ വിസ്തീർണം. ഇനി വൃത്തത്തിന്റെ വിസ്തീർണം കാണണം. നമുക്കറിയാം വൃത്തത്തിന്റെ വിസ്തീർണം കാണാൻ പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ആരം, ആരം. എടാ ആരം വേണം, ആരം വേണം. ഇതല്ലേ ആരം? ഇതാണ് ആരം. നമുക്കറിയാം സമചതുരത്തിന്റെ മൊത്തം നീളം 10 സെന്റിമീറ്ററാണ്. സമചതുരത്തിന്റെ മൊത്തം നീളം 10 സെന്റിമീറ്റർ, അതാ ഈ ഒരു വശത്തിന്റെ. അപ്പൊ ഇത് മൊത്തം വരച്ചാൽ മക്കളെ ഉറപ്പായിട്ടും 10 സെന്റിമീറ്റർ ആയിരിക്കും. എങ്കിൽ നമ്മുടെ വൃത്തത്തിന്റെ വ്യാസം എന്നത് 10 സെന്റിമീറ്റർ വരും. വൃത്തത്തിന്റെ ഡയമീറ്റർ 10 സെന്റിമീറ്റർ വരും. എങ്കിൽ ഉറപ്പായിട്ടും വൃത്തത്തിന്റെ ആരം മക്കളെ 5 സെന്റിമീറ്റർ ആയിരിക്കും. വൃത്തത്തിന്റെ ആരം 5 സെന്റിമീറ്റർ ആയിരിക്കും. എങ്കിൽ ഇതാ നമ്മുടെ വൃത്തത്തിന്റെ വിസ്തീർണം കാണാൻ പൈ ഗുണം 5ന്റെ സ്ക്വയർ, പൈ ഗുണം 5ന്റെ സ്ക്വയർ. പൈ ഇൻറ്റു 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ, 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമ്മുടെ വൃത്തത്തിന്റെ വിസ്തീർണം 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം 100 സെന്റിമീറ്റർ സ്ക്വയർ. രണ്ടിന്റെയും വിസ്തീർണം കിട്ടിയ സ്ഥിതിക്ക് ഒന്നുമില്ല, വളരെ വേഗത്തിൽ വൃത്തത്തിന്റെ വിസ്തീർണത്തിനെ സമചതുരത്തിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ മതി. വൃത്തത്തിന്റെ വിസ്തീർണത്തിനെ സമചതുരത്തിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്കറിയാം വൃത്തത്തിന്റെ വിസ്തീർണം 25 പൈ സെന്റിമീറ്റർ സ്ക്വയർ ചേർക്കുന്നില്ല, വേണ്ട. 25 പൈ ബൈ സമചതുരത്തിന്റെ വിസ്തീർണം 100. അപ്പൊ 25 പൈ ബൈ 100 എന്ന് വരും. നിങ്ങളെ 25 പൈ ബൈ 100 എന്ന് വരും. നമുക്കറിയാം വെട്ടാൻ പറ്റും. 25-നകത്തിൽ 25 ഒരു തവണ, 100-നകത്ത് 25 4 തവണ. ഇനി വെട്ടാനൊന്നുമില്ല. 1 ഗുണം പൈ, പൈ എന്ന് വരും. പൈ ബൈ 4, പൈ ബൈ 4. ഇതാണ് നമ്മുടെ ശരിയുത്തരം. അന്നത്തെ ഓപ്ഷൻ പ്രകാരം ശരിയുത്തരം പൈ ബൈ 4 ആയിരുന്നു. ഇതിന്റെ പൂർണ്ണമായ വില കണ്ടുപിടിക്കണമെങ്കിൽ പൈയുടെ വില ആയ 3.14 കൊണ്ട് ഹരിക്കാൻ നിൽക്കണം, വേണ്ട. ഓപ്ഷൻ അതിൽ ഇതായിരുന്നു ഓപ്ഷൻസ്. പൈ ബൈ 4 ഉണ്ടായിരുന്നു, 4 ബൈ പൈ ഉണ്ടായിരുന്നു, അങ്ങനെ 4 ഓപ്ഷൻസ് ആയിരുന്നു. അപ്പം ശരിയുത്തരം പൈ ബൈ 4. നമ്മുടെ ശരിയുത്തരം മക്കളെ പൈ ബൈ 4. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ. അപ്പൊ നോക്കി, നമ്മുടെ ചോദ്യം എന്ത് വരുന്നത്? ഒരു സമചതുരത്തിൽ പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന ഒരു വൃത്തം അല്ലേ? ചിത്രത്തിൽ കണ്ണടച്ചുകൊണ്ടൊരു കുത്തിട്ടാൽ അത് ഈ വൃത്തത്തിൽ വീഴാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ മനസ്സിലായി, വൃത്തത്തിലാണ് വീഴേണ്ടതെങ്കിൽ ശരി ഉത്തരം പൈ ബൈ 4. നമ്മുടെ റൈറ്റ് ആൻസർ പൈ ബൈ 4. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു വൃത്തത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമചതുരമാണ്. ചിത്രത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ സമചതുരത്തിലാകാനുള്ള സാധ്യത എത്ര? ഒന്നുകൂടെ, ഒരു വൃത്തത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന സമചതുരം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത. മക്കളതാ ഇതാണ് അതിനെ സൂചിപ്പിക്കുന്ന ചിത്രം. നോക്കിയേ, വൃത്തത്തിൽ പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന സമചതുരം കണ്ടോ? വൃത്തത്തിൽ പൂർണ്ണമായും യോജിച്ച് നിൽക്കുന്ന സമചതുരം. ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ സമചതുരത്തിൽ വീഴാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നത്. സമചതുരത്തിൽ വീഴണം, സമചതുരത്തിൽ വീഴണം, സമചതുരത്തിൽ വീഴാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സാധ്യത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ മക്കളെ? സാധ്യത കാണുന്നത് എങ്ങനെയാ, അഥവാ പ്രോബബിലിറ്റി കാണുന്നത് എങ്ങനെയാ? ഫേവറബിൾ ബൈ ടോട്ടൽ, ഫേവറബിൾ ബൈ ടോട്ടൽ, ഫേവറബിൾ ബൈ ടോട്ടൽ. ശരി, ഇപ്പൊ നമ്മുടെ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? എവിടാ നമുക്ക് കുത്തി വീഴേണ്ടത്? സമചതുരത്തിലാണ്. സമചതുരത്തിൽ കുത്തി വീഴണമെങ്കിൽ സമചതുരമാണ് നമ്മുടെ അനുകൂലം.
സമചതുരമാണ് നമ്മുടെ അനുകൂലം എങ്കിൽ സമചതുരത്തിന്റെ വിസ്തീർണമാണ് മുകളിൽ വരേണ്ടത്. മക്കളെ സമചതുരത്തിന്റെ വിസ്തീർണം മുകളിൽ, കാര്യം കുത്തുവീഴേണ്ടത് സമചതുരത്തിലാണ്, അതുകൊണ്ട് സമചതുരത്തിന്റെ വിസ്തീർണം മുകളിൽ. ഓക്കെ, ഡിവൈഡഡ് ബൈ ആകെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തമാണ്. അപ്പൊ വൃത്തത്തിന്റെ വിസ്തീർണം താഴെ, വൃത്തത്തിന്റെ വിസ്തീർണം താഴെ, വൃത്തത്തിന്റെ വിസ്തീർണം താഴെ. ഓക്കെ, അപ്പൊ സമചതുരത്തിന്റെ വിസ്തീർണം ബൈ വൃത്തത്തിന്റെ വിസ്തീർണം ചെയ്താൽ നമ്മുടെ ഉത്തരമായി. മക്കളെ സമചതുരത്തിന്റെ വിസ്തീർണം ബൈ വൃത്തത്തിന്റെ വിസ്തീർണം ചെയ്താൽ നമ്മുടെ ഉത്തരമായി. അപ്പൊ ശരി, നമുക്ക് സമചതുരത്തിന്റെ വിസ്തീർണവും വൃത്തത്തിന്റെ വിസ്തീർണവും കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യുവാണേ, സമചതുരത്തിന്റെയും വൃത്തത്തിന്റെയും വിസ്തീർണങ്ങൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യുവാണ്. മക്കളെ സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ വളരെ വേഗത്തിൽ പറ്റും. എന്താ, സമചതുരത്തിന്റെ ഒരു വശം തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. സമചതുരത്തിന്റെ ഒരു വശം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ എന്ന്. നമുക്കറിയാം സമചതുരത്തിന്റെ വിസ്തീർണം കാണുന്ന മാർഗം എ സ്ക്വയറാണ്. എ സ്ക്വയർ സമചതുരത്തിന്റെ വിസ്തീർണം കാണുന്ന മാർഗം എ സ്ക്വയറാണ്. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്ററാണ്. എങ്കിൽ 10ന്റെ സ്ക്വയറാണ്. നമുക്കറിയാം 10ന്റെ സ്ക്വയർ 100, 10ന്റെ സ്ക്വയർ 100. അതുകൊണ്ട് നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം എന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം എന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വൃത്തത്തിന്റെ വിസ്തീർണമാണ്. മക്കളെ വൃത്തത്തിന്റെ വിസ്തീർണം കാണുന്ന മാർഗം പൈ ആർ സ്ക്വയർ ആണ്. വൃത്തത്തിന്റെ വിസ്തീർണം കാണുന്ന മാർഗം പൈ ആർ സ്ക്വയർ ആണ്. വൃത്തത്തിന്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ. ശരി, ആരം കിട്ടിയാലേ നമുക്ക് ഇതിന്റെ വിസ്തീർണം കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആരം കിട്ടണമെങ്കിൽ മക്കളെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ ആരമാണ്. പക്ഷേ ഈ ആരം കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ആശയമൊന്നുമില്ല. എന്നാൽ മക്കളെ ഇങ്ങനെ വരച്ചാൽ ഇതും ആരമല്ലേ? അതും ആരമാണ്. നമ്മുടെ വൃത്തത്തിന്റെ ആരമാണ് അതും. ഓക്കെ ആണോ? അതും വൃത്തത്തിന്റെ ആരം തന്നെ. അത് കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. എന്നാൽ ഈ ആരം സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ, മക്കളെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ, ഈ ആരത്തെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ അത് നമ്മുടെ വൃത്തത്തിന്റെ വ്യാസമായി. അത് നമ്മുടെ വൃത്തത്തിന്റെ വ്യാസമായി. അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. എങ്ങനെ? സമചതുരം വെച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാം. മക്കളെ സമചതുരത്തിന്റെ ഈ വശം 10 സെന്റിമീറ്ററാണ്. ഉറപ്പായിട്ടും ഈ വശം എന്ത് തന്നെ ആയിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. കാര്യം സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ ഇവിടെ 10 എങ്കിൽ അവിടെയും 10, ഇവിടെ 10 എങ്കിൽ ഇവിടെയും 10. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാദവും ലംബവും അല്ലെങ്കിൽ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള മട്ടത്രികോണം. ഇതൊരു മട്ടത്രികോണമായിട്ട് മാറിയല്ലോ. അതായത് സമപാർശ്വ മട്ടത്രികോണം എന്ന് പറയും. സമപാർശ്വമുള്ള മട്ടത്രികോണം. ഇതിന്റെ അതായത് 2 വശങ്ങളെ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശം, മക്കളെ മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ കർണം എപ്പോഴും 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 a√2 ആയിരിക്കും. മക്കളെ a√2 ആയിരിക്കും. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ 2 വശങ്ങളും തുല്യമാണെങ്കിൽ ആ വശത്തിനെ തൽക്കാലം നമ്മൾ a എന്ന് വിളിക്കും. എയും ആണെങ്കിൽ മക്കളെ എയും ആണെങ്കിൽ ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ a√2 ആയിരിക്കും. എടാ ഇത് a√2 ആയിരിക്കും. ഓർത്ത് വെച്ചോ. എടാ ഒരു മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ ഇത് എയും ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടും a√2 ആയിരിക്കും. മക്കളെ a√2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ 10√2 എന്ന് വരും. നമ്മുടെ മട്ടത്രികോണത്തിന്റെ കർണം 10√2 വരും. അതായത് നമ്മുടെ വൃത്തത്തിന്റെ വ്യാസം, വൃത്തത്തിന്റെ ഡയമീറ്റർ 10√2 വരും. എടാ വൃത്തത്തിന്റെ വ്യാസം 10√2 എങ്കിൽ വൃത്തത്തിന്റെ ആരം എന്നത് 10√2/2 എന്ന് വരും. 10√2/2. കാര്യം വ്യാസത്തിന്റെ പകുതി. 2-നകത്ത് 2 വട്ടം, 10-നകത്ത് 5 വട്ടം, 5√2 എന്ന് വരും. ശരിയാണോ? 5√2. നമ്മുടെ വൃത്തത്തിന്റെ ആരം 5√2 എന്ന് കിട്ടും. വൃത്തത്തിന്റെ ആരം 5√2 എങ്കിൽ മക്കളെ വില കൊടുത്താൽ മതി. പൈ ഇൻറ്റു 5√2 ആണ് നമ്മുടെ ആരം. 5√2ന്റെ മൊത്തത്തിൽ സ്ക്വയർ. കാര്യം പൈ ആർ സ്ക്വയറാ. പൈ ആറിന്റെ സ്ക്വയറാ. ആരം 5√2 അതിന്റെ സ്ക്വയർ എടുത്ത്. അപ്പൊ പൈ ഇൻറ്റു മക്കളെ 5ന്റെ സ്ക്വയർ 25, √2ന്റെ സ്ക്വയർ 2, √2ന്റെ സ്ക്വയർ 2. 25 × 2 50. 50 പൈ എന്ന് വരും. 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ വൃത്തത്തിന്റെ വിസ്തീർണം കിട്ടി 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ. 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പൊ മനസ്സിലായി. സമചതുരത്തിന്റെ വിസ്തീർണം നമുക്ക് നേരത്തെ ഒറ്റയടിക്ക് കിട്ടിയായിരുന്നു. വൃത്തത്തിന്റെ വിസ്തീർണം ഇപ്പം 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ കിട്ടി. എങ്ങനെ കിട്ടിയത്? പൈ ആർ സ്ക്വയർ ചെയ്യണം. ആർ എങ്ങനെ കിട്ടി? വ്യാസം കണ്ടുപിടിച്ച്.
വ്യാസം എങ്ങനെ കിട്ടി? മട്ടത്രികോണത്തെ പരിഗണിച്ച് 10ഉം 10ഉം ആണെങ്കിൽ 10√2 ആയിരിക്കും. 10√2 വ്യാസമെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ആരം, 5√2 ആയിരിക്കും. അങ്ങനെ ആരം കിട്ടി. ആരത്തിൻ്റെ വർഗ്ഗം എടുത്ത് പൈ കൊണ്ട് ഗുണിച്ച് 50 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? സമചതുരത്തിൽ കുത്തു വീഴാനുള്ള സാധ്യത നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുവാ? സമചതുരത്തിൻ്റെ വിസ്തീർണം ബൈ വൃത്തത്തിൻ്റെ വിസ്തീർണം. സമചതുരത്തിൻ്റെ വിസ്തീർണം നമ്മുടെ കൈവശം കിട്ടി മക്കളെ 100 ഡിവൈഡഡ് ബൈ വൃത്തത്തിൻ്റെ വിസ്തീർണത ഇപ്പം കിട്ടി 50 പൈ. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം 50-ൽ 50 ഒരു വട്ടം, 100-ൽ 2 വട്ടം. ശരി ഉത്തരം 2/π. നമ്മുടെ റൈറ്റ് ആൻസർ 2/π എന്ന് വരും. മനസ്സിലായോ? 2/π ആണ്. കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിൽ വീഴാനുള്ള സാധ്യത. കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് സമചതുരത്തിൽ വീഴാനുള്ള സാധ്യത. ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ബോളിലോട്ട് പോകാം. അപ്പോൾ എത്രത്തോളം ക്രൂഷ്യലായിരുന്നു ഈ ബോളുകൾ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതെല്ലാം ബോളുകൾ നിങ്ങൾക്ക് അടിക്കാൻ സാധിച്ചു? ഒരു ബാറ്ററെ സംബന്ധിച്ച് എത്രത്തോളം ക്രൂഷ്യൽ ബോളുകൾ വന്നാലും നമ്മൾ ഡിഫെൻഡ് എങ്കിലും ചെയ്യും. ഓക്കെ, അപ്പം ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പരീക്ഷാ ഹാളിലാണെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക. ബുദ്ധിമുട്ടേറിയ ചോദ്യമാണെങ്കിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും അഭികാമ്യം. അപ്പം ഇത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു? ഇനി ഒരു പക്ഷേ കുറച്ച് പേർക്ക് 6 അടിച്ച് പറത്താൻ കഴിയുന്ന ഒരു ബോൾ ആയിരുന്നിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അകത്തെ സമചതുരത്തിലാകാനുള്ള സാധ്യത എത്ര? ചോദ്യം ഒരിക്കൽ കൂടെ. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ചേർത്ത് വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് അകത്തെ സമചതുരത്തിലാകാനുള്ള സാധ്യത എത്ര? ഇതാണ് നമ്മുടെ ചിത്രം മക്കളെ. ഇതാണ് നമ്മുടെ ചിത്രം. നോക്കി, ഇത് ഒരു സമചതുരത്തിൻ്റെ മധ്യബിന്ദുക്കൾ മക്കളെ. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ, വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരമാണിത്. ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ അകത്തെ സമചതുരത്തിൽ വീഴാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി സാധ്യത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മക്കളെ. സാധ്യത കാണുന്നത് എങ്ങനെയാണ്? സാധ്യത കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പഠിച്ച അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ ജിയോമെട്രി ആയതുകൊണ്ട്, ജാമിതീയ സാധ്യത ആയതുകൊണ്ട് നമ്മൾ ഏരിയ കൊണ്ടാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഏരിയ വിസ്തീർണം. അപ്പോൾ ഏരിയ കൊണ്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന മാർഗം മക്കളെ, ഇവിടെ നമുക്ക് കണ്ണടച്ച് കുത്തിവേണ്ടത് ഈ ഒരു സമചതുരത്തിലാണ്. കണ്ണടച്ച് കുത്തിവേണ്ടത് ഈ ഒരു സമചതുരത്തിലാണ്. ഇതിൽ വീഴാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ ചുമ്മാറെ പേര് കൊടുക്കുക മക്കളെ. ചുമ്മാറെ പേര് കൊടുക്കുക. ഏറ്റവും പുറത്തുള്ള സമചതുരത്തിനെ ABCD എന്നും ABCD എന്നും അകത്തുള്ള സമചതുരത്തിനെ PQRS എന്നും പേര് കൊടുക്കുക. ചുമ്മാ പേര് കൊടുത്തു. അപ്പം ഏറ്റവും പുറത്തുള്ളത് ABCD, അകത്തുള്ളത് PQRS. പുറത്തുള്ളത് ABCD, അകത്തുള്ളത് PQRS. നമുക്ക് കുത്തു വേണ്ടത് എവിടാ? PQRSലാണ്. എങ്കിൽ നമ്മുടെ അനുകൂലം ആരാ? PQRS. അതുകൊണ്ട് തന്നെ വിസ്തീർണം കൊണ്ടേ നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കേണ്ട മാർഗം PQRSന്റെ വിസ്തീർണം. രണ്ടുപേരും സമചതുരമാണ്, അതുകൊണ്ട് എടുത്തൊരു പേര് പറയാൻ പറ്റത്തില്ല. രണ്ടും സമചതുരമായതുകൊണ്ട് ഞാൻ പേര് കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന മാർഗം PQRSന്റെ വിസ്തീർണം ബൈ ABCDയുടെ വിസ്തീർണം. PQRSന്റെ വിസ്തീർണം ബൈ ABCDയുടെ വിസ്തീർണം. PQRSന്റെ വിസ്തീർണം ബൈ ABCDയുടെ വിസ്തീർണം. ഇതാണ് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന മാർഗം. ശരി, ഇത് രണ്ടും സമചതുരമല്ലേ മക്കളെ? രണ്ടും സമചതുരമാണ്. ഞാൻ ഇങ്ങോട്ട് മാറ്റി കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും വിസ്തീർണം. അപ്പം ABCDയുടെ വിസ്തീർണം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ABCDയുടെ വിസ്തീർണം ശരിയാണോ? ABCDയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ കാര്യം ABCയുടെ വശം നമ്മളെ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം നമുക്കറിയാം. A² എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ.
നമ്മുടെ പുറത്ത് കിടക്കുന്ന എ ബി സിയുടെ വിസ്തീർണം എന്നത് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. പുറത്ത് കിടക്കുന്ന എ ബി സിയുടെ വിസ്തീർണം എന്നത് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. മനസ്സിലായോ? ശരി, ഇനി നമുക്ക് വേണ്ട എന്താ? അകത്ത് കിടക്കുന്ന പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം. മക്കളെ പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം വേണം. പി ക്യു ആർ എസിൻ്റെ ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ചേ. എടാ പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഒന്നുകിൽ നമ്മുടെ കയ്യിൽ വശം കിട്ടണം. മക്കളെ വശം കണ്ടുപിടിച്ച് ചെയ്യുന്ന പരിപാടി ഇച്ചിരി മെനക്കേടാ, ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും കുറച്ചുകൂടെ പാടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എടാ സമചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ 2 സമവാക്യങ്ങളുണ്ട്, 2 സൂത്രവാക്യങ്ങളുണ്ട്. സമചതുരത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ 2 സൂത്രവാക്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വശമാണ് തരുന്നതെങ്കിൽ എ സ്ക്വയർ, വശം എ ആണ് തരുന്നതെങ്കിൽ എ സ്ക്വയർ. ഇനി അതുപോലെ മക്കളെ നമ്മുടെ വശത്തിന് പകരം വികരണം ഡി ആണ് തരുന്നതെങ്കിൽ, ഡയഗണൽ ആണ് തരുന്നതെങ്കിൽ ഡി സ്ക്വയർ ബൈ 2. ദാ ഡി സ്ക്വയർ ബൈ 2. നമ്മുടെ സമചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ 2 സൂത്രവാക്യങ്ങളുണ്ട്, 2 സമവാക്യങ്ങളുണ്ട്, 2 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? വശമാണ് തരുന്നതെങ്കിൽ എ സ്ക്വയർ, വശമാണ് തരുന്നതെങ്കിൽ എ സ്ക്വയർ. വികരണമാണ് തരുന്നതെങ്കിൽ ഡി സ്ക്വയർ ബൈ 2, ഡി സ്ക്വയർ ബൈ 2, ഡി സ്ക്വയർ ബൈ 2. ഒന്നുകൂടെ ഡി സ്ക്വയർ ബൈ 2. എങ്കിൽ മക്കളെ ഒന്നുമില്ല, ദാ ഞാൻ ഇതങ്ങോട്ട് നീട്ടി വരച്ചാൽ നമ്മുടെ പി ക്യു ആർ എസിൻ്റെ ഡയഗണലായി. നമുക്കറിയാം ഈ നീളം 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ശരിയല്ലേ? എടാ ഇതും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉറപ്പായിട്ടും, ഇതും ഉറപ്പായിട്ടും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ നീളം കണ്ടെത്തണം. ആ നീളം ഒന്നുമില്ല, കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെയും 10 ആണ്. അപ്പം നമ്മുടെ അകത്തെ സമചതുരത്തിൻ്റെ ഡയഗണൽ കിട്ടി. ഡയഗണൽ, എടാ ഡയഗണൽ കിട്ടിയത് വിസ്തീർണം കണ്ടുപിടിക്കാൻ ഡയഗണലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ, 10ൻ്റെ സ്ക്വയർ ബൈ 2 എന്ന് വരും. നമുക്കറിയാം 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 100 ബൈ 2, 100 ബൈ 2 50, 50 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. നമ്മുടെ അകത്തുള്ള പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. അകത്തുള്ള പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ പുറത്തുള്ള എ ബി സിയുടെ വിസ്തീർണം 100 സെൻറ്റിമീറ്റർ സ്ക്വയർ, അകത്തുള്ള പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഉത്തരം, നമ്മുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പി ക്യു ആർ എസിൻ്റെ വിസ്തീർണം അതായത് 50 ഡിവൈഡഡ് ബൈ എ ബി സിയുടെ വിസ്തീർണം 100, 50 ബൈ 100 എന്ന് വരും. മക്കളെ വെട്ടിക്കളയാൻ പറ്റും, 1/2 എന്ന് വരും. 1/2 അതായത് കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് അകത്തെ സമചതുരമായ പി ക്യു ആർ എസിൽ വീഴാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ 1/2. ശരിയായ ഉത്തരം 1/2. മനസ്സിലായെന്നോ ഇല്ലെന്നോ? തീർച്ചയായിട്ടും മനസ്സിലായി കാണില്ലേ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ശരി, ഇതാ അടുത്ത ചോദ്യം, അടുത്ത ബോൾ ഇങ്ങനെ. ഒരു സമഷഡ്ഭുജത്തിന്റെ ഒന്നിടവിട്ട മൂലകൾ എന്നാണ്, മൂലകൾ ചേർത്ത് വരച്ചിരിക്കുന്ന ഒരു ത്രികോണം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ത്രികോണത്തിലാകാനുള്ള സാധ്യത എത്ര? ഒരു സമഷഡ്ഭുജത്തിന്റെ ഒന്നിടവിട്ട മൂലകൾ ചേർത്ത് വരച്ചിരിക്കുന്ന ഒരു ത്രികോണം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ത്രികോണത്തിലാകാനുള്ള സാധ്യത. മക്കളെ ഇതാണ് ചോദ്യം. എടാ എന്താ ഒരു സമഷഡ്ഭുജമാണ്. എന്തോ സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശങ്ങളും 6 കോണുകളും തുല്യമായ ഷഡ്ഭുജത്തെ വിളിക്കുന്ന പേരാണ് സമഷഡ്ഭുജം. എടാ 6 വശമുണ്ട് ഇതിന്. ദാ 1, ദാ 2, ദാ 3, ദാ 4, ദാ 5, ദാ 6. 6 വശങ്ങളും തുല്യമായിരിക്കും. അതുപോലെ 6 മൂലകളും, അതായത് 6 കോണുകളും തുല്യമായിരിക്കും. 6 കോണുകളും തുല്യമായിരിക്കും. 6 വശങ്ങളും 6 കോണുകളും തുല്യമായ രൂപത്തെ വിളിക്കുന്ന പേരാണ് സമഷഡ്ഭുജം. ഈ സമഷഡ്ഭുജത്തിന്റെ ഒന്നിടവിട്ട മൂലകൾ, മകളെ ഇതൊരു മൂലയാണെങ്കിൽ ഒന്നിടവിട്ടതാ ഇവിടെ, വീണ്ടും ഒന്നിടവിട്ടതാ ഇവിടെ, വീണ്ടും ഒന്നിടവിട്ടതാ ഇവിടെ, യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. എങ്കിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ ത്രികോണത്തിലാകാനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. ഇത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മക്കളെ ഞാൻ പറഞ്ഞല്ലോ, പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന മാർഗം ഫേവറബിൾ ബൈ ടോട്ടൽ എന്നുള്ളതാണ്. ഫേവറബിൾ ബൈ ടോട്ടൽ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന മാർഗം ദാ നമുക്ക് ഫേവറബിൾ എവിടാ കുത്തു വേണ്ടത്? ത്രികോണത്തിലാണ്. അപ്പം ത്രികോണം ബൈ സമഷഡ്ഭുജം, ത്രികോണം ബൈ സമഷഡ്ഭുജം അതാണ് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണെങ്കിൽ
ത്രികോണത്തിൻ്റെ വിസ്തീർണം ബൈ, കാര്യം കുത്തുവേണ്ട ഭാഗം ത്രികോണമാണ്, അപ്പോൾ ത്രികോണത്തിൻ്റെ വിസ്തീർണം ബൈ സമഷഡ്ഭുജത്തിൻ്റെ വിസ്തീർണം. ത്രികോണത്തിൻ്റെ വിസ്തീർണം ബൈ സമഷഡ്ഭുജത്തിൻ്റെ വിസ്തീർണം, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് സ്കൂൾ തലങ്ങളിൽ പോലും, സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളെ പോലും, നമ്മുടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പോലും അധ്യാപകർ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന ഫിഗറും തൊട്ടടുത്ത ഫിഗറും എന്താ വിസ്തീർണങ്ങൾ കൊണ്ടല്ല, ഇതും തൊട്ടടുത്ത ഫിഗറും വിസ്തീർണം കൊണ്ടല്ല. പകരം അവർ ചെയ്യുന്ന മാർഗം ഇതിൻ്റെ കേന്ദ്രബിന്ദുവാ, സെൻട്രൽ പോയിന്റാ. 3 മൂലകളിൽ നിന്നും ഇങ്ങോട്ട് വര വരയ്ക്കും. മക്കളെ 3 മൂലകളിൽ നിന്നും ഇങ്ങോട്ട് വര വരയ്ക്കും. അങ്ങനെ വരച്ചാൽ കിട്ടുന്ന, ഇങ്ങനെ വരച്ചാൽ നോക്കി, ഈ അകത്തെ ത്രികോണം തന്നെ മക്കളെ 1 പാർട്ടായി, 2 പാർട്ടായി, മൊത്തം 3 പാർട്ടായി. ശരിയാണോ? മൊത്തം 3 പാർട്ടായി. മക്കളെ അവരെ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് നോക്കി, ഇതും സെയിമാണ്, അതുപോലെ ഇതും എന്ന് പറഞ്ഞ ഈ കിടക്കുന്ന എല്ലാ ത്രികോണങ്ങളും പരസ്പരം തുല്യമാണ്. ഈ കിടക്കുന്ന എല്ലാ ത്രികോണങ്ങളും പരസ്പരം തുല്യമാണ്. അവരും സ്കൂളിലെ കുട്ടികളും പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. സ്കൂൾ കുട്ടികൾ പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. വിസ്തീർണം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. വിസ്തീർണം കൊണ്ടാകുമ്പം ഇത് സമഭുജ ത്രികോണമായിട്ട് മാറും. സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം √3a²/4. സമഷഡ്ഭുജത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്ന മാർഗം 6√3a²/4 എന്ന് പറഞ്ഞൊക്കെയാണ്. അത്രയൊക്കെ ചെയ്യാൻ കുറേ മെനക്കേടാ. നമുക്ക് അതൊന്നും വേണ്ട. ഈ ഫിഗറും തൊട്ടടുത്ത ഫിഗറും നിങ്ങൾ കണ്ടാൽ ഇത് വരച്ചാൽ മാത്രം മതി. നടുക്കോട്ടൊരു വര വരച്ചാൽ മക്കൾ ഇത് മൊത്തം എത്ര ത്രികോണങ്ങളുണ്ട് നോക്കി. മൊത്തം എത്ര ത്രികോണം? 1, 2, 3, 4, 5, 6, മൊത്തം 6 ത്രികോണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ ഫലങ്ങളുടെ എണ്ണം, മക്കളെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആകെ ഫലങ്ങളുടെ എണ്ണം നമുക്കറിയാം ഫേവറബിൾ ബൈ ടോട്ടലാ. എങ്കിൽ ആകെ ഫലങ്ങളുടെ എണ്ണത്തിൽ 6 ത്രികോണങ്ങളുണ്ട്. 6 ത്രികോണങ്ങൾ മക്കളെ, ആകെ 6 ത്രികോണങ്ങളുണ്ട്. ഇതിൽ നമുക്ക് കുത്തു വീണത് ഈ ഒരു ത്രികോണത്തിനകത്തല്ലേ, ഈ ഒരു ത്രികോണത്തിനകത്തല്ലേ. ഏതാ? ഞാൻ ഈ വരയ്ക്കുന്ന ഈ ഒരു ത്രികോണത്തിനകത്താണ് നമുക്ക് കുത്തു വീഴേണ്ടത് അല്ലേ? ഇവിടെയാണ് കുത്തു വീഴേണ്ടത്. എങ്കിൽ അതിനകത്ത് മക്കളെ എത്ര ത്രികോണങ്ങളുണ്ട്? 1, 2, 3. ശരിയാണോ? 3 ത്രികോണങ്ങൾ. എങ്കിൽ നമ്മുടെ ശരി ഉത്തരം, നമ്മുടെ അനുകൂലമായ ത്രികോണങ്ങളുടെ എണ്ണം 3, ആകെയുള്ള ത്രികോണങ്ങളുടെ എണ്ണം 6. അതിൽ നമുക്ക് അനുകൂലമായ ത്രികോണങ്ങളുടെ എണ്ണം 3. 3/6 വെട്ടി ചെറുതാക്കിയ 1/2 എന്ന് പറഞ്ഞാൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ ഒന്നിടവിട്ട മൂലകൾ യോജിപ്പിച്ച ത്രികോണത്തിലാകാനുള്ള സാധ്യത 1/2. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? 1/2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബോൾ അടുത്ത ബോൾ അറിയട്ടെ. ഇങ്ങനെ 2 സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ലഭിച്ച സമഷഡ്ഭുജം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ സമഷഡ്ഭുജത്തിലാകാനുള്ള സാധ്യത എത്ര? 2 സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ലഭിച്ച സമഷഡ്ഭുജം. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ സമഷഡ്ഭുജത്തിലാകാനുള്ള സാധ്യത. മക്കളെ ഇതാണ് ആ ചിത്രം. നോക്കി, കണ്ടോ? 2 സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ലഭിച്ച സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ത്രികോണങ്ങൾ. കണ്ടോ? ഞാൻ ഈ വരയ്ക്കുന്ന കണ്ടോ? ഇതാണ് ഒരു സമഭുജ ത്രികോണം. അതുപോലെ ഇതാണ് അടുത്ത സമഭുജ ത്രികോണം. അവ 2 സമഭുജ ത്രികോണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ലഭിച്ച സമഷഡ്ഭുജം. മക്കളെ ഇതാണ് ആ സമഷഡ്ഭുജം. ഇതാണ് ആ സമഷഡ്ഭുജം. കണ്ടോ? നടുക്ക് ലഭിച്ച ഇതാണ് ആ സമഷഡ്ഭുജം. എങ്കിൽ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ഈ സമഷഡ്ഭുജത്തിലാകാനുള്ള സാധ്യത എത്ര? ഇതിനകത്താകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ അനുകൂലം ആരാ? നമുക്കറിയാം പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന മാർഗം ഫേവറബിൾ ബൈ ടോട്ടലാ. ഇപ്പം നമ്മൾ അനുകൂലം ആരാ? സമഷഡ്ഭുജമാണ്. ഇപ്പം നമ്മുടെ അനുകൂലം സമഷഡ്ഭുജമാണ്. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമഷഡ്ഭുജത്തിൻ്റെ വിസ്തീർണം ബൈ ഇനി ആകെ കിടക്കുന്ന സാധനം ആരാ? ഒരു സ്റ്റാർ പോലൊരു സാധനമാണ്. ഒരു സ്റ്റാർ ആണ്. ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് എന്തെങ്കിലും മാർഗം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആകെ കിടക്കുന്ന ഈ സ്റ്റാറിൻ്റെ വിസ്തീർണത്തിൽ സമഷഡ്ഭുജത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്നാൽ സ്റ്റാറിൻ്റെ വല്ലതും വിസ്തീർണം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പണിയും നടക്കത്തില്ല അങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ പടവും ഈ പടവും നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങൾ മക്കളെ ഇതിൻ്റെ എതിർമൂലകളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എതിർമൂലകളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എതിർമൂലകളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പം മക്കളെ നിങ്ങൾക്ക് അകത്ത് 1 2 3 4 5 6 ത്രികോണങ്ങൾ കിട്ടും. പുറത്ത് 6 1 7 8 9 10 11 12 മൊത്തം 12 ത്രികോണങ്ങൾ കിട്ടും. മക്കളെ ഈ 12 ത്രികോണങ്ങളും തുല്യരാണ്. പടത്തിനകത്ത് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടെങ്കിലും തുല്യരാണ്. ഞാൻ വരച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. 12 ത്രികോണങ്ങളും തുല്യരാണ് എങ്കിൽ ഇവിടുത്തെ ആകെ ഫലങ്ങളുടെ എണ്ണം മക്കളെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 12. ആകെ ഫലങ്ങളുടെ എണ്ണം 12. ആകെ ഫലങ്ങളുടെ എണ്ണം ടോട്ടൽ 12. അതിൽ നമുക്ക് കുത്തുവീഴേണ്ട ഭാഗം എന്താ? ഇതല്ലേ, ഇവിടെ അല്ലേ കുത്തുവീഴേണ്ടത്? അവിടുത്തെ ത്രികോണങ്ങളുടെ എണ്ണം എത്ര? 6. എങ്കിൽ 12-ൽ 6 നമ്മുടെ ശരി ഉത്തരം. 12-ൽ 6 നമ്മുടെ ശരി ഉത്തരം. വെട്ടിക്കളഞ്ഞാൽ 1/2 കണ്ണടച്ചുകൊണ്ടൊരു കുത്തിട്ടാൽ അത് സമഷഡ്ഭുജത്തിൽ വീഴാനുള്ള സാധ്യതയും സുഹൃത്തുക്കളെ 1/2 ആണ്. മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. അപ്പം ഒന്നുമില്ല, ഇതിനെ പരസ്പരം യോജിപ്പിച്ചാൽ അകത്ത് 6 കിട്ടും, പുറത്ത് 6 കിട്ടും, മൊത്തം 12 കിട്ടും. അപ്പോൾ ആകെ ഫലങ്ങളുടെ എണ്ണം 12, അതിൽ നമുക്ക് വേണ്ട ഫലങ്ങളുടെ എണ്ണം 6. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ. നമുക്ക് അവസാന ബോളിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബോൾ, ഈ ബോൾ എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയാം. നോക്കാം. 12 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണം. അങ്ങനെയുള്ള ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത എത്ര? ഒന്നുമില്ല, 12 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ത്രികോണം. മക്കളെ ഇതാണ് സാധനം. ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. 12 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിൽ, ഇതാണ് 12 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തം. 12 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തം. ആരം എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ ആരം, ഇതാണ് ആരം. അപ്പോൾ ഇത് 12 സെൻറ്റിമീറ്റർ. കണ്ടോ? ഇതാണ് 12 സെൻറ്റിമീറ്റർ. അപ്പം നമുക്കറിയാം ഇങ്ങോട്ടും എത്ര തന്നെ ആയിരിക്കണം. ഇങ്ങോട്ടും എത്ര തന്നെ ആയിരിക്കണം? ഇങ്ങോട്ട് ഉറപ്പായിട്ടും 12 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. കാര്യം 12 സെൻറ്റിമീറ്റർ ആരമാണ്. ആരം നമുക്കറിയാം വ്യാസത്തിൻ്റെ പകുതി ആരം. അപ്പോൾ അങ്ങോട്ട് 12, ഇങ്ങോട്ട് 12. ഇതാണ് 12 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തം. ഇതിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണം മക്കളെ, ഇതിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണം എന്നത് ഇതാണ്. ഇതിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണം. അങ്ങനെയുള്ള ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ത്രികോണത്തിൽ വീഴാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി, ത്രികോണത്തിലാണ് വീഴേണ്ടത്. ശരിയാണോ? ത്രികോണത്തിലാണ് വീഴേണ്ടത്. നമുക്ക് വൃത്തിയായിട്ടും ചെയ്ത് നോക്കാം. 12 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തം. ചിത്രത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ത്രികോണത്തിൽ, ഈ ഇതിനകത്ത് വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൽ, ഇതാണ് ത്രികോണം, അതിലാകാനുള്ള സാധ്യത നമുക്കറിയാം. ഇത് 12. മക്കളെ ഉറപ്പായിട്ടും ഇതും 12 ആയിരിക്കും. ശരിയില്ലയോ? കാര്യം എന്താ? കാര്യം വൃത്തത്തിന്റെ ആരം 12. അപ്പൊ ഇതാരവാ മക്കളെ? ഇതും വൃത്തത്തിന്റെ ആരം തന്നെയാ. അപ്പൊ അതും 12 ആണ്. ശരിയില്ലയോ? കണ്ണടച്ച് കുത്തി വീണ്ടത് എവിടാ? ത്രികോണത്തിലാ. എങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം ഫേവറബിൾ ബൈ ടോട്ടൽ എന്നുള്ളതാ. നമ്മുടെ ഇവിടുത്തെ ഫേവറബിൾ ആരാ? അനുകൂലം ആരാ? ഇവിടുത്തെ അനുകൂലം ത്രികോണമാണ്. അപ്പൊ ത്രികോണത്തിന്റെ വിസ്തീർണം ഡിവൈഡഡ് ബൈ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം. അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ത്രികോണത്തിന്റെ വിസ്തീർണം ബൈ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം. ശരി, ഞാൻ 2 2 ആയിട്ട് കണ്ടുപിടിക്കുവാണേ.
മക്കളെ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച് ശരിയാണോ? എങ്കിൽ ഹാഫ് എഴുതി, അങ്ങോട്ട് എഴുതി. ബി മക്കളെ ബേസ് എഴുതുമ്പം ഇതാണ് നമ്മുടെ ത്രികോണത്തിന്റെ ബേസ്, അല്ലാതെ 12 മാത്രം എടുത്തു വെക്കരുത്. എടാ ബേസ് നമുക്കറിയാം, ഇതാണ് ബേസ് കണ്ടോ? അപ്പം മനസ്സിലായി. 12 24 നമ്മുടെ ബേസ്. 24 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ 12. ശരിയാണോ? എടാ ഹൈറ്റ് വരച്ച എങ്ങോട്ടാണോ അങ്ങോട്ടുള്ള ബേസ് എടുക്കണം. ഹൈറ്റ് എവിടുന്നാണോ വരച്ചത്, ഹൈറ്റ് വരച്ച് മുട്ടിച്ചിരിക്കുന്ന ഇങ്ങോട്ടാ, ആരാണ് നമ്മുടെ ബേസ്? ഹൈറ്റ് 12. അപ്പൊ നോക്കാം, ഹാഫ് എഴുതി, ബി എഴുതി, എച്ച് എഴുതി, വെട്ടിക്കളയാം. 2-നകത്ത് 2 ഒരു വട്ടം, 24-നകത്ത് 12 വട്ടം. 12 ഇൻറ്റു 12 144 എന്ന് വരും. 144 സെന്റിമീറ്റർ സ്ക്വയർ. ശരിയാണോ? ഇതാണ് നമ്മുടെ ത്രികോണത്തിന്റെ വിസ്തീർണം. ത്രികോണത്തിന്റെ വിസ്തീർണം കിട്ടി 144 സെന്റിമീറ്റർ സ്ക്വയർ. ശരി, നമുക്ക് അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാം. മക്കളെ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം കാണുന്നത് എങ്ങനെയാ? എടാ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം കാണാനൊന്നുമില്ല. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. വൃത്തത്തിന്റെ വിസ്തീർണം കണ്ടിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. വൃത്തത്തിന്റെ വിസ്തീർണം കാണുന്ന പൈ ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ അതല്ലേ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം? ആണ്. അപ്പൊ പൈ എഴുതി മക്കളെ, പൈ എഴുതി. ആരെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു 12 എങ്കിൽ 12 ഇൻറ്റു 12/2 വരും. കാര്യം അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം കാണാൻ ഫുൾ വൃത്തത്തിന്റെ വിസ്തീർണമായ പൈ ആർ സ്ക്വയറിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. പൈ എഴുതി. ആരത്തിന്റെ വർഗം 12 ഇൻറ്റു 12/2 വരും. 2-നകത്ത് 2 ഒരു വട്ടം, 12-നകത്ത് 6 വട്ടം. 6 2 12-ന് 2 ശിഷ്ടം 1. 1 6 6 1 7 72 എന്ന് വരും. 72 പൈ എന്ന് വരും. ശരിയാണോ? 72 പൈ. അപ്പോൾ നമ്മുടെ ത്രികോണത്തിന്റെ വിസ്തീർണം കിട്ടി 144 സെന്റിമീറ്റർ സ്ക്വയർ. വൃത്തത്തിന്റെ വിസ്തീർണം കിട്ടി 72 പൈ സെന്റിമീറ്റർ സ്ക്വയർ. രണ്ടുപേരുടെയും വിസ്തീർണം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വിസ്തീർണങ്ങളെ പരസ്പരം ഹരിക്കാം. മുകളിൽ മക്കളെ ത്രികോണത്തിന്റെ വിസ്തീർണം എത്രയാ? 144. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാ? 72 പൈ. 72 പൈ ഉണ്ടേ, പൈ എഴുതാൻ മറന്നു പോകല്ലേ. വെട്ടാൻ പറ്റും. 72-നകത്തിൽ 72 ഒരു വട്ടം, 144-നകത്തിൽ 72 2 വട്ടം. ശരിയാണോ? ഇനി വെട്ടാൻ പറ്റത്തില്ല. മുകളിൽ ഒരു 2 ഉണ്ട്, താഴെ ഒരു പൈയും ഉണ്ട്. മക്കളെ നമ്മുടെ ശരി ഉത്തരം 2/π. നമ്മുടെ ശരി ഉത്തരം 2/π, 2/π. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പം അങ്ങനെയുള്ള ചിത്രത്തിൽ, അതായത് ഒരു അർദ്ധവൃത്തത്തിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൽ കുത്തു വീഴാനുള്ള സാധ്യത 2/π ആണ്. ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പം ഇന്ന് പറഞ്ഞ 6 ബോളുകളും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എറിഞ്ഞ 6 ബോളുകളും നിങ്ങൾക്ക് എത്രത്തോളം നിർണായകമായി അല്ലെങ്കിൽ എത്രത്തോളം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു പാഠവുമായിട്ട് വരാം. എല്ലാവർക്കും അതുവരെ നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.